അപ്പോൾ ഇന്ന് എനിക്കൊരു അസിസ്റ്റൻറ്റ് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തുള്ള പാർലറിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഗ്രൂം വർക്കായിരുന്നു. അപ്പോൾ ഞാനാണ് ഫേസ് സെറ്റ് ചെയ്തത്, ചേച്ചി ഹെയറും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഹെവി ആയിട്ടൊന്നും വേണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് സിമ്പിളായിട്ട് മതിയായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഗ്രൂമിൻ്റെ അനിയത്തിമാരെയൊക്കെ ഒരുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റിന് ഇവർ ഓൾറെഡി മേക്കപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയായി. അപ്പോൾ ഇവൾ തന്നെയാണ് ആങ്കറിങ് ചെയ്യുന്നത്. അതുകൊണ്ട് ആളുടെ ഡ്രസ്സും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. ബാക്കി അനിയത്തിമാരെല്ലാവരും സാരി ആയിരുന്നു. അപ്പോൾ ഇത് ചേട്ടയുടെ കൂടെ പഠിച്ച ചേട്ടയുടെ കൂട്ടുകാരിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അവരുടെ ഇഷ്ടത്തിന് നമ്മളിത് ഈ മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പേര് നമുക്ക് ഒരുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരെയും മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അഞ്ജന ചേച്ചിയാണ് എല്ലാവർക്കും ഹെയർ സ്റ്റൈൽ ചെയ്തത്. അപ്പം അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മളിത് സിമ്പിളായിട്ട് എല്ലാവർക്കും മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വന്ന ആളെ എനിക്ക് ഒരുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ചേച്ചിയാണ് കേട്ടോ മേക്കപ്പ് ഹെയർ സ്റ്റൈലും ചെയ്തത്. അപ്പോൾ എല്ലാവരും കട്ട കമ്പനി ആയിരുന്നു കേട്ടോ. പിന്നെ അവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് മേക്കപ്പൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് എല്ലാവരും ഫൈനലൊക്കെ ഇഷ്ടമായുള്ള കമ്പനിയിലൊക്കെ. ബൈ ഡിയേഴ്സ്.